നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിയ ഇരട്ടക്കൊലക്കേസ് മുൻ MLA KV കുഞ്ഞിരാമനടക്കം 4 CPM നേതാക്കൾക്ക് 5 വർഷം കഠിന തടവ്. ഇത് ഭീരുത്വം. അമേരിക്കയിലെ ന്യൂ ഇയർ ദിന ഭീകരാക്രമണത്തെ അപലപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഷ്യയിൽ അഭയം പ്രാപിച്ച സിറിയയുടെ മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ വിഷം നൽകി കൊല്ലുവാൻ ശ്രമിച്ചെന്ന് റിപ്പോർട്ട്. തായ്വാന് ആയുധം വിറ്റതിനെ തുടർന്ന് 10 US സ്ഥാപനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി ചൈന. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനൊരുങ്ങി തലസ്ഥാന നഗരി. ശനിയാഴ്ച തിരിതെളിയും. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ട കേസിൽ കൊലപാതകം ചുമത്തപ്പെട്ട 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10-15 പ്രതികൾക്കുമാണ് കോടതി ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ കേസിൽ പ്രതികളായ മുൻ MLA KV കുഞ്ഞിരാമനടക്കം 4 CPM നേതാക്കൾക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്. പെരിയ കൊലക്കേസിൽ 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ 10 പ്രതികൾക്കെതിരെയാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 1 മുതൽ 8 വരെ പ്രതികളായ പീതാംബരൻ, സജി ജോർജ്, സുരേഷ്, അനിൽകുമാർ, ഗിജിൻ, ശ്രീരാഗ്, അശ്വിൻ, സുബീഷ്, 10-ാം പ്രതി T രഞ്ജിത്ത്, 15-ാം പ്രതി സുരേന്ദ്രൻ എന്നിവർക്കെതിരെയാണ് ജീവപര്യന്തം വിധിച്ചത്. ഇവർക്ക് 2 കുറ്റകൃത്യങ്ങളിലായി 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പ്രതികളെ 5 വർഷം കഠിന തടവിന് കോടതി ശിക്ഷിച്ചു. 4-ാം പ്രതി K മണികണ്ഠൻ, 20-ാം പ്രതി മുൻ MLA KV കുഞ്ഞിരാമൻ, 21-ാം പ്രതി രാഘവൻ വെൾത്തോളി, 22-ാം പ്രതി KV ഭാസ്കരൻ എന്നിവരെയാണ് 5 വർഷം കഠിന തടവിനെ ശിക്ഷിച്ചിരിക്കുന്നത്. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് കേരളം ഏറെ ഉറ്റുനോക്കിയ ഇരട്ടക്കൊലക്കേസ് വിധി വരുന്നത്. കേസിൽ 14 പ്രതികൾ കുറ്റക്കാരെന്ന് എറണാകുളത്തെ CBI പ്രത്യേക കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ പ്രതിപട്ടികയിലുണ്ട്. കുഞ്ഞിരാമൻ 20-ാം പ്രതിയാണ്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞതായും കോടതി കണ്ടെത്തിയിരുന്നു. 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ 10 പ്രതികൾക്കെതിരെയാണ് കൊലപാതകം, ഗൂഢാലോചന, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപം സൃഷ്ടിക്കൽ, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങൾ കണ്ടെത്തിയത്. 10-ാം പ്രതി രഞ്ജിത്ത്, 15-ാം പ്രതി സുരേന്ദ്രൻ എന്നിവർ ഈ കുറ്റങ്ങൾക്ക് പുറമെ തെളിവ് നശിപ്പിച്ചതായും പ്രതികളെ സംരക്ഷിച്ചതായും കോടതി കണ്ടെത്തിയിരുന്നു. മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പ്രതികൾക്കെതിരെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതിയെ കടത്തിക്കൊണ്ടുപോയെന്ന കുറ്റമാണ് ചുമത്തിയത്. CPM നേതാക്കൾ ഉൾപ്പെടെ കേസിൽ 24 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ CBIയുമാണ് കേസ് അന്വേഷിച്ചത്. ഹൊസ്ദുർഗ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും തുടർ നടപടി തുടങ്ങും മുൻപേ ഹൈക്കോടതി കേസ് CBIക്ക് വിടുകയായിരുന്നു. കുറ്റപത്രം സമർപ്പിച്ച വേളയിൽ കീഴ്ക്കോടതിയുടെ വിമർശനങ്ങളും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഏറ്റുവാങ്ങിയിരുന്നു. 2 വർഷത്തോളം നടന്ന വിചാരണയാണ് CBI കോടതിയിൽ നടന്നത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ജനുവരി 4-ന് തിരിതെളിയും. രാവിലെ 9 മണിക്ക് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ പതാക ഉയർത്തുന്നതോടെയാണ് കലോത്സവത്തിന് തുടക്കമാവുക. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ള 1-ാം വേദിയായ MD നിലയിൽ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷനാകും. വിധികർത്താക്കളുടെ വിധി നിർണയത്തിനെതിരെ തർക്കം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ അത്തരം ഇനങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാനതല അപ്പീൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. 25 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നതോടെ ശ്രീനിവാസൻ തൂണേരി രചിച്ച് കാവാലം ശ്രീകുമാർ ചിട്ടപ്പെടുത്തിയ കലോത്സവത്തിന്റെ സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരം കലാമണ്ഡലത്തിലെ കുട്ടികളും പൊതുവിദ്യാലയത്തിലെ കുട്ടികളും ചേർന്ന് അവതരിപ്പിക്കും. വയനാട് വെള്ളാർമല GHSSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘനൃത്തവും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാണ്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം 1-ാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരം നടക്കും. ആദ്യ ദിവസം 24 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക. സെൻട്രൽ സ്റ്റേഡിയമാണ് പ്രധാന വേദി. മത്സരവേദികൾക്ക് കേരളത്തിലെ പ്രധാന നദികളുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത്. മത്സരങ്ങൾ തത്സമയം കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യും. മത്സരഫലങ്ങൾ വേദികൾക്കരികിൽ പ്രദർശിപ്പിക്കാൻ ഡിജിറ്റൽ സൗകര്യം ഏർപ്പെടുത്തി. മത്സരങ്ങൾ കാണുന്നതിനും മത്സര പുരോഗതി തത്സമയം അറിയുന്നതിനും കൈറ്റ് മൊബൈൽ ആപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഉത്സവം എന്ന പേരിലുള്ള മൊബൈൽ ആപ്പ് പോസ്റ്ററിൽ ലഭ്യമാണ്.
എ ഗ്രേഡ് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒറ്റത്തവണ സാംസ്കാരിക സ്കോളർഷിപ്പായി 1000 രൂപ നൽകും. സംസ്കൃതോത്സവം, ഗവൺമെന്റ് മോഡൽ HSS, ഗവൺമെന്റ് മോഡൽ LPS തൈക്കാട് എന്നീ സ്കൂളുകളിലും അറബിക് കലോത്സവം, ശിശുക്ഷേമ സമിതി ഹാൾ തൈക്കാട്, ഗവൺമെന്റ് മോഡൽ HSS തൈക്കാട് എന്നീ വേദികളിലുമാണ് നടക്കുന്നത്. പുത്തരിക്കണ്ടം മൈതാനത്തിലാണ് ഭക്ഷണപന്തൽ തയ്യാറാകുന്നത്. പഴയിടം മോഹനൻ നമ്പൂതിരിക്കാണ് ഊട്ടുപുരയുടെ ചുമതല. ഒരേ സമയം 20 വരികളിലായി 4000 പേർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രീതിയിലാണ് പന്തൽ. ജനുവരി 3 രാത്രി ഭക്ഷണത്തോടെയാണ് ഊട്ടുപുരയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. വിദ്യാർത്ഥികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ഉൽപ്പന്ന സമാഹരണം നടത്തി കലവറ നിറയ്ക്കുന്ന പരിപാടി തുടരുകയാണ്. പുത്തരിക്കണ്ടം മൈതാനത്തെ ഭക്ഷണ കലവറ മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി. ഭക്ഷ്യമന്ത്രി GR അനിൽ, കടകംപള്ളി സുരേന്ദ്രൻ MLA, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. അടിയന്തര ചികിത്സ ലഭിക്കുന്നതിനായി ഡോക്ടർമാരുടെ സേവനവും ആംബുലൻസും എല്ലാ വേദികളിലും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ വേദിയിലും കുടിവെള്ള വിതരണത്തിനായി സംവിധാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ജനുവരി 8 വൈകിട്ട് 5 സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം നടക്കും. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം ടൊവിനോ തോമസ് മുഖ്യാതിഥിയാകും. കണ്ണൂർ തളിപ്പറമ്പ് വളക്കയിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗവും കാരണമാണെന്ന് പ്രാഥമിക നിഗമനം. ബസിന്റെ തകരാറോ അപാകതയോ അല്ല അപകട കാരണമെന്നും ഗതാഗത കമ്മീഷണർ CS നാഗരാജു പറഞ്ഞു. ഇറക്കത്തിൽ ഇടുങ്ങിയ വഴിയിൽ വളരെ വേഗം കുറച്ചാണ് ഓടിക്കേണ്ടിയിരുന്നത്. എന്നാൽ വേഗത്തിൽ വളവ് തിരിഞ്ഞപ്പോൾ ബസിന്റെ നിയന്ത്രണം നഷ്ടമായി. ഇതിനു പുറമെ അപകടമുണ്ടായ സമയത്ത് തന്നെ ഡ്രൈവറുടെ വാട്സപ്പ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതോടെ ഡ്രൈവർ അപകട സമയത്ത് മൊബൈൽ ഫോൺ നോക്കിയിരുന്നുവെന്ന് സംശയമുണ്ടെന്നും ഗതാഗത കമ്മീഷണർ പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ബസ്സുകളുടെ ഫിറ്റ്നസ് കാലാവധി മന്ത്രിയുടെ നിർദ്ദേശം പ്രകാരം ഗതാഗത കമ്മീഷണർ ഏപ്രിൽ വരെ നീട്ടിയെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അപകടമുണ്ടായ ബസ്സിനെ ഡിസംബർ 19 വരെയായിരുന്നു ഫിറ്റ്നസ് ഉണ്ടായിരുന്നത്. അന്ന് തന്നെ അവർ ബസ് കൊണ്ടുവന്ന് പ്രിവന്റീവ് ചെക്കിംഗ് നടത്തിയാണ് വിട്ടത്. സ്കൂളിൽ ക്ലാസ് നടക്കുന്ന സമയത്ത് വണ്ടികൾ 15 ദിവസത്തോളം ഓടിക്കാൻ കഴിയാതെ വരുമെന്നതിനാൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഏപ്രിലിൽ ആകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രമാണ് മാറ്റിവെച്ചത്. പരിശോധനകളെല്ലാം നടത്തിയിരുന്നു. വാഹനങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച പ്രിവന്റീവ് ചെക്കിംഗ് നടത്തിയേ മതിയാകൂ എന്ന നിലപാടനുസരിച്ച് നവംബർ, ഡിസംബർ മാസങ്ങളിൽ എല്ലാ സ്കൂൾ വാഹനങ്ങളുടെയും സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു. ഇത്തരം ബസ്സുകളുടെ ഡ്രൈവർമാർക്ക് ക്ലാസ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അപകടമുണ്ടാക്കിയ ബസിന്റെ ഡ്രൈവർ പുതുതായി ജോലിക്ക് ചേർന്നയാളാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നില്ല എന്നും ഗതാഗത കമ്മീഷണർ പറഞ്ഞു. ബുധനാഴ്ച വൈകിട്ട് വളക്കയിലുണ്ടായ അപകടത്തിൽ കുറുമാത്തൂർ ചിന്മയ വിദ്യാലയത്തിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. 22 പേർക്ക് പരിക്കേറ്റു. തലക്കീഴായി മറിഞ്ഞ ബസ്സിനെ അടിയിൽപ്പെട്ടാണ് നീദ്യ മരിച്ചത്. വളക്കായി അങ്കണവാടി റോഡിലെ ഇറക്കത്തിൽ നിന്ന് 2 തവണ മറിഞ്ഞ ബസ് താഴെ സംസ്ഥാന പാതയിലേക്ക് വീഴുകയായിരുന്നു. കുത്തിറക്കത്തിൽ ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്ന് ഡ്രൈവർ പറയുന്നു. കുട്ടിയുടെ തലയ്ക്കാണ് പരിക്ക്. ബസ് ഡ്രൈവർ തേറളായി മുനമ്പത്ത് നിസാമുദ്ദീൻ, ബസ്സിലുണ്ടായിരുന്ന ആയ, വളക്കൈ സ്വദേശി സുലോചന എന്നിവരും തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്കൂൾ കലോത്സവത്തിന് സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. കൊച്ചിയിൽ ഉമാ തോമസ് MLA സുരക്ഷാ ക്രമീകരണങ്ങളുടെ അഭാവത്തിൽ വേദിയിൽ നിന്ന് വീണ പരിക്കേറ്റ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. കൊച്ചിയിലെ ഫ്ലവർ ഷോയ്ക്കിടെ വീണ് വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക് പറ്റിയ സാഹചര്യവും VD സതീശൻ കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും കലാ ആസ്വാദകരും ഉൾപ്പെടെ 10,000-കണക്കിന് പേർ എത്തിച്ചേരുന്ന സ്കൂൾ കലോത്സവത്തിന്റെ സുരക്ഷ കുറ്റമറ്റതും കാര്യക്ഷമവും ആക്കണമെന്നതിനുള്ള മുന്നറിയിപ്പായി കൊച്ചിയിലെ സംഭവങ്ങളെ കാണണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മത്സരവേദികളിലും ഊട്ടുപുരയിലും കുട്ടികൾ താമസിക്കുന്ന സ്കൂളുകളിലും അടിയന്തരമായി എല്ലാ സർക്കാർ വകുപ്പുകളെയും ഏജൻസികളെയും ഉൾപ്പെടുത്തിയുള്ള സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്നാണ് കത്തിലെ ആവശ്യം. കഴിഞ്ഞ ദിവസം കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ തൃക്കാക്കര MLA ഉമാ തോമസ് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അഭാവത്തിൽ അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുകയാണ്. കൊച്ചി ഫ്ലവർ ഷോ കാണാനെത്തിയ വീട്ടമ്മയും അപകടത്തിൽപ്പെട്ട് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും കലാസ്വാദകരും ഉൾപ്പെടെ 10,000-കണക്കിന് പേർ എത്തിച്ചേരുന്ന സ്കൂൾ കലോത്സവത്തിന്റെ സുരക്ഷാ കുറ്റമറ്റതും കാര്യക്ഷമവും ആക്കണമെന്നതിനുള്ള മുന്നറിയിപ്പായി ഈ സംഭവങ്ങളെ കാണണം. മത്സരവേദികളിലും ഊട്ടുപുരയിലും
കുട്ടികൾ താമസിക്കുന്ന സ്കൂളുകളിലും അടിയന്തരമായി എല്ലാ സർക്കാർ വകുപ്പുകളെയും ഏജൻസികളെയും ഉൾപ്പെടുത്തിയുള്ള സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണം. പ്രധാന വേദികൾ ഉൾപ്പെടെ തിരക്കേറിയ നഗരമധ്യത്തിലായ സാഹചര്യത്തിൽ നിരത്തുകളിലെ സുരക്ഷയും ഉറപ്പാക്കേണ്ടതുണ്ട്. ഇതെല്ലാം സർക്കാരിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും ഉത്തരവാദിത്തമാണെന്നും വി ഡി സതീശൻ കത്തിൽ ചൂണ്ടിക്കാട്ടി. അമേരിക്കയിലെ ന്യൂ ഓർലിയൻസിൽ പുതുവത്സരാഘോഷത്തിനിടെ നടന്ന ഭീകരാക്രമണത്തെ അപലപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീരുത്വമെന്നാണ് പ്രധാനമന്ത്രി ഭീകരാക്രമണത്തെ വിശേഷിപ്പിച്ചത്. പുതുവർഷാഘോഷം നടത്തുകയായിരുന്ന ആളുകൾക്കിടയിലേക്ക് ട്രക്ക് ഇടിച്ചു കയറ്റിയുണ്ടായ ആക്രമണത്തിൽ 15 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആക്രമണം ഭീരുത്വമാണെന്നും ശക്തമായി അപലപിക്കുന്നതായും ട്വിറ്ററിൽ പങ്കുവച്ച പോസ്റ്റിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഞങ്ങളുടെ പ്രാർത്ഥനകളും ചിന്തകളും ആക്രമണത്തിന് ഇരയായവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒപ്പമാണ്. ഈ ദുരന്തത്തിൽ നിന്ന് അവർ കരകയറട്ടെ, അവർക്ക് ശക്തിയും ആശ്വാസവും ലഭിക്കട്ടെയെന്നും നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. അമേരിക്കൻ പൗരനും മുൻ സൈനികനുമായ ഷംസുദ്ദീൻ ജബ്ബാറാണ് വാടകയ്ക്കെടുത്ത ട്രക്ക് ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറ്റിയത്. ന്യൂ ഓർലിയൻസിലെ ബർബൺ സ്ട്രീറ്റിലാണ് ആക്രമണം ഉണ്ടായത്. വിനോദസഞ്ചാര കേന്ദ്രമായ ബർബൺ സ്ട്രീറ്റിനടുത്ത് പ്രാദേശിക സമയം പുലർച്ചെ 3:15 ദാരുണമായ ആക്രമണം നടന്നത്. വിനോദസഞ്ചാര കേന്ദ്രമായ ഇവിടെ പതിനായിരങ്ങളാണ് പുതുവർഷം ആഘോഷിക്കാനായി എത്തിയിരുന്നത്. സംഭവം ഭീകരാക്രമണമാണെന്ന് FBI കണ്ടെത്തൽ. സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലിൽ ആക്രമി കൊല്ലപ്പെട്ടിരുന്നു. ഷംസുദ്ദീന്റെ വാഹനത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പതാകയും സ്ഫോടക വസ്തുക്കളും തോക്കും കണ്ടെത്തി. ഹൂസ്റ്റണിൽ താമസിക്കുന്ന ഷംസുദ്ദീൻ റിയൽ എസ്റ്റേറ്റ് ഏജന്റാണെന്നും 2 കേസുകളിൽ പ്രതിയാണെന്നും റിപ്പോർട്ടുണ്ട്. US സൈന്യത്തിൽ ഹ്യൂമൻ റിസോഴ്സ് സ്പെഷ്യലിസ്റ്റും IT സ്പെഷ്യലിസ്റ്റുമായി ജോലി ചെയ്ത് വിരമിച്ചയാളാണ് ഇയാൾ. 2007 മുതൽ 2020 വരെയായിരുന്നു ഇയാൾ സൈന്യത്തിൽ പ്രവർത്തിച്ചത്. പുതുവർഷം ആഘോഷിക്കുന്നവർക്കിടയിലേക്ക് പിക്കപ്പ് ട്രക്ക് ഇടിച്ചു കയറ്റിയതിന് പിന്നാലെ ഇയാൾ പുറത്തിറങ്ങി വെടിവെച്ചതോടെ പോലീസ് ഇയാളെ വെടിവെച്ച് കൊന്നിരുന്നു. വിനോദസഞ്ചാര കേന്ദ്രമായ ഇവിടെ പതിനായിരങ്ങളാണ് പുതുവർഷം ആഘോഷിക്കാനായി എത്തിയിരുന്നത്. അമേരിക്കയിലെ നൈറ്റ് ലൈഫ് ആഘോഷ കേന്ദ്രങ്ങളിലൊന്നിലാണ് വലിയ ആക്രമണം നടന്നിട്ടുള്ളത്. നടപ്പാതയിലുണ്ടായിരുന്നവരെയും ട്രക്ക് ഇടിച്ചു തെറിപ്പിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. തൃശൂർ പാലയൂർ പള്ളിയിലെ ക്രിസ്തുമസ് ആഘോഷം SI ഇടപെട്ട് തടഞ്ഞ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് CPM. SIക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കത്ത് കൈമാറി. പാലയൂർ പള്ളിയിലെ കരോൾ ഗാന പരിപാടിയിൽ മൈക്ക് ഉപയോഗിക്കുന്നത് തടഞ്ഞ ചാവക്കാട് SIയുടെ നടപടി വിവാദമായിരുന്നു. സംഭവത്തെ തുടർന്ന് SI വിജിത്തിനെ വീടിന് സമീപത്തെ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. SIക്ക് ഇഷ്ടസ്ഥലം മാറ്റം നൽകിയതിന് പിന്നാലെയാണ് CPM ഇടപെടൽ. CPMന്റെ പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ട പ്രകാരമാണ് ജില്ലാ സെക്രട്ടറി വിഷയത്തിൽ ഇടപെട്ടത്. നിലവിൽ ശബരിമല ഡ്യൂട്ടിയിലുള്ള വിജിത്തിനെ ഇതിനുശേഷം തൃശൂർ എരുമപ്പെട്ടി SI നിയമിക്കാനാണ് ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചത്. അതേസമയം SIയെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJPയും രംഗത്തെത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് SI വിജിത്ത് ധിക്കാരം കാട്ടിയെന്നും BJP ആരോപിച്ചു. സംഭവ ദിവസം SIയോട് ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ച സുരേഷ് ഗോപിയോട് SI സംസാരിക്കാൻ കൂട്ടാക്കിയില്ലെന്ന് BJP തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. ക്രിസ്മസ് ആഘോഷം തടഞ്ഞ SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPM പ്രാദേശിക നേതൃത്വം നേരത്തെ രംഗത്തെത്തിയിരുന്നു. CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസാണ് SIക്കെതിരെ പ്രസ്താവനയിലൂടെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടത്. SIയുടെ പള്ളിയിൽ ഇടപെടൽ അനാവശ്യമെന്ന് CPM അഭിപ്രായപ്പെട്ടിരുന്നു. SI വിജിത്തിനെതിരെ നടപടി വേണമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. MLA U പ്രതിഭയുടെ മകൻ പ്രതിയായ കഞ്ചാവ് കേസിൽ പ്രതിഭയെ പിന്തുണച്ച മന്ത്രി സജി ചെറിയാൻ. കുട്ടികൾ പുകവലിച്ചതിനാണോ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തിയതെന്ന് സജി ചെറിയാൻ ചോദിച്ചു. പ്രതിഭ MLA പങ്കെടുത്ത വേദിയിൽ വെച്ചായിരുന്നു സജി ചെറിയാന്റെ പരാമർശം. കുടുംബത്തെ പറ്റി പറയുമ്പോൾ ചില പ്രയാസം ഉണ്ടാവില്ല, നമുക്കെല്ലാം ഉണ്ടാവില്ല. നമ്മളെ മനുഷ്യരല്ല, നമ്മളെ മൃഗങ്ങളൊന്നും അല്ലല്ലോ. നമ്മൾ പറയാറില്ല, പക്ഷെ എതിരാളി പറയുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട MLA പറ്റി പറഞ്ഞു, പ്രതിഭാരിയെ പറ്റി. പ്രതിഭാരിയുടെ മോൻ പോളിടെക്നിക് പഠിക്കുക, കുട്ടികൾ കൂട്ടുകൂടത്തില്ല. ഒരു വർത്തമാനം പറഞ്ഞു, ആരാണ്ട് വന്ന് പിടിച്ചു. ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലുമില്ല. ആ FIR ഒക്കെ ഞാൻ വായിച്ചു. കുട്ടികളാകുമ്പോൾ കൂട്ടുകൂടും. FIRൽ പുകവലിച്ചു എന്നത് മാത്രമാണുള്ളത്. പുകവലിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ലെന്നും മന്ത്രി പറഞ്ഞു. താനും പുകവലിക്കാറുണ്ട്. പുകവലിച്ച് എന്നതിനെ ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തുന്നതെന്തിനാണെന്ന് സജി ചെറിയാൻ ചോദിച്ചു. പ്രതിഭയുടെ മകനും സുഹൃത്തുക്കളും വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു.
പ്രതിഭയുടെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. മകൻ ചെയ്ത തെറ്റിനെ പ്രതിഭ എന്ത് ചെയ്തു? പ്രതിഭ MLAക്ക് സ്ത്രീ എന്ന പരിഗണനയെങ്കിലും നൽകണ്ടേ എന്നും സജി ചെറിയാൻ ചോദിച്ചു. പ്രതിഭയെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. കേരളത്തിലെ മികച്ച MLAമാരിൽ ഒരാളാണ് പ്രതിഭയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കായംകുളത്ത് നടന്ന S. വാസുദേവൻ പിള്ള രക്തസാക്ഷി ദിന പരിപാടിയിൽ പ്രതിഭയുടെ സാന്നിധ്യത്തിലായിരുന്നു മന്ത്രിയുടെ പ്രസംഗം. പ്രതിഭ MLAയുടെ മകൻ കനിവ് ഉൾപ്പെടെ 9 പേരെയാണ് കഞ്ചാവുമായി കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത്. വാർത്ത പുറത്തു വന്നതോടെ മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിഭ ഫേസ്ബുക്ക് ലൈവിൽ രംഗത്തെത്തിയിരുന്നു. വ്യാജ വാർത്തയെന്നും മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുമായിരുന്നു പ്രതികരണം. എന്നാൽ MLAയുടെ വാദം തള്ളുന്നതാണ് FIRലെ വിവരങ്ങൾ. കേസിൽ 9ാം പ്രതിയാണ് കനിവ്. NDPS ആക്ട് 25B, 27B എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കനിവ് ഉൾപ്പെടെ 9 പേർക്കെതിരെ കേസെടുത്തത്. കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനുമെന്നാണ് FIR ചുമത്തിയിരിക്കുന്നത്. 3 ഗ്രാം കഞ്ചാവ്, കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം, പള്ളഭാഗത്ത് ദ്വാരമുള്ള പ്ലാസ്റ്റിക് കുപ്പി, പച്ച പപ്പായ തണ്ട് എന്നിവയാണ് സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തതെന്നും FIRൽ പറയുന്നു. തായ്വാന് ആയുധം വിറ്റതിനെ തുടർന്ന് അമേരിക്കൻ പ്രതിരോധ സ്ഥാപനങ്ങൾക്കെതിരെ ഉപരോധം ശക്തമാക്കി ചൈന. ഒരാഴ്ചയ്ക്കുള്ളിൽ 10 US കമ്പനികൾക്കെതിരെയാണ് ചൈന ഉപരോധം പ്രഖ്യാപിച്ചത്. ഇതോടെ ചൈന മൊത്തത്തിൽ 45 US സ്ഥാപനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയോ പിഴ ചുമത്തുകയോ ചെയ്തു. 17 സ്ഥാപനങ്ങൾക്ക് അനുമതി നിരസിച്ചപ്പോൾ മറ്റ് 28 സ്ഥാപനങ്ങൾ കയറ്റുമതി നിരോധന പട്ടികയിൽ ഉൾപ്പെടുത്തി പിഴ ചുമത്തി. ആഗോളതലത്തിൽ പ്രമുഖരായ പ്രതിരോധ നിർമ്മാതാക്കളായ ലോക്ഹീഡ് മാർട്ടിൻ, റേഡിയോൺ, ജനറൽ ഡൈനാമിക്സ് എന്നിവയുടെ ഉപസ്ഥാപനങ്ങൾക്കാണ് ചൈന ഇന്ന് ഉപരോധം ഏർപ്പെടുത്തിയതെന്ന് ചൈനയുടെ വാണിജ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. തായ്വാനിലേക്ക് ആയുധങ്ങൾ വിൽക്കുന്നതിൽ പങ്കാളികളായ 10 US സ്ഥാപനങ്ങളും വിശ്വസനീയമല്ലാത്ത സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഈ കമ്പനികളെ ഇനി മുതൽ രാജ്യത്തെ എല്ലാ ഇറക്കുമതി, കയറ്റുമതി പ്രവർത്തനങ്ങളിൽ നിന്നും നിരോധിക്കുമെന്നും ചൈനയിൽ ഇവരുടെ നിക്ഷേപം അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. ഉപരോധമേർപ്പെടുത്തിയ കമ്പനികളുടെ സീനിയർ മാനേജ്മെന്റിനെയും രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയതായി ചൈനീസ് സർക്കാർ അറിയിച്ചു. തായ്വാൻ മുഴുവൻ ചൈനയുടെ ഭാഗമാണെന്ന് ബീജിംഗ് അവകാശപ്പെടുന്നത്. എന്നാൽ തായ്വാൻ സ്വയം ഒരു സ്വതന്ത്ര രാഷ്ട്രമാണെന്നാണ് അമേരിക്കയുടെ വാദം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ ഏഷ്യയിലെ തന്ത്രപരമായ സഖ്യകക്ഷിയാണ്. തായ്വാനെ പ്രതിരോധിക്കുന്നതിലുള്ള പ്രതിബദ്ധത പ്രകടിപ്പിച്ച US പ്രസിഡന്റ് ജോ ബൈഡൻ 1 മാസം മുമ്പ് തായ്വാന് $571 മില്യൺ പ്രതിരോധ സഹായത്തിന് അനുമതി നൽകിയിരുന്നു. ഉപരോധം കൂടാതെ ചൈന 28 US സ്ഥാപനങ്ങളെ കയറ്റുമതി നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെടുത്തി. സിറിയയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ കൊലപ്പെടുത്തുവാൻ ശ്രമം നടത്തിയതായി റിപ്പോർട്ട്. റഷ്യയിൽ അഭയം പ്രാപിച്ച ബാഷറിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചുവെന്നാണ് ജനറൽ SVR എന്ന എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ച റിപ്പോർട്ടിൽ പറയുന്നത്. റഷ്യയിലെ ഒരു മുൻ ചാരനാണ് ഈ എക്സ് അക്കൗണ്ടിന്റെ ഉടമ. ഞായറാഴ്ച അസദിനെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായെന്നും കടുത്ത ചുമയെയും ശ്വാസം മുട്ടലിനെയും തുടർന്ന് അദ്ദേഹം ചികിത്സ തേടിയെന്നും റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിൽ പറയുന്നു. നിലവിൽ റഷ്യയിലെ അപ്പാർട്ട്മെന്റിൽ ചികിത്സയിലാണ് അസദ്. പരിശോധനകളിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വിഷാംശമുണ്ടായതായി കണ്ടെത്തിയെന്നും ജനറൽ SVR പറയുന്നു. തിങ്കളാഴ്ചയോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടായിട്ടുണ്ട്. അതേസമയം ഇക്കാര്യത്തിൽ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക പ്രതികരണമുണ്ടായിട്ടില്ല. വിമത നീക്കത്തെ തുടർന്ന് രാജ്യം വിട്ട സിറിയയുടെ മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദും കുടുംബവും അഭയം പ്രാപിച്ചത് റഷ്യയിലാണ്. 3 മക്കൾക്കും ഭാര്യയ്ക്കുമൊപ്പം റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ കഴിയുന്നവർ സിറിയയിലേതിന് സമാനമായ ആഡംബര ജീവിതമാണ് നയിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2 പതിറ്റാണ്ടോളം സിറിയയെ നരകതുല്യമാക്കിയ ഭരണത്തിനൊടുവിൽ കൈനിറയെ പണവുമായിട്ടാണ് രാജ്യം വിട്ടത്. ഏകദേശം 1.5 ലക്ഷം കോടി രൂപയുമായിട്ടാണ് ബാഷറും കുടുംബവും റഷ്യയിൽ എത്തിയത്. മോസ്കോ നഗരത്തിൽ ഈ പണം ഉപയോഗിച്ച് കൊട്ടാര സമാനമായ ഫ്ളാറ്റുകളും ആഡംബര ഭവനവും ബാഷർ വാങ്ങിയെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പലായനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ മോസ്കോയിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ അസദ് ഒരുക്കിയിരുന്നു. ബ്രിട്ടീഷ് സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഭാര്യ അസ്മ സിറിയയിലും ആഡംബര ജീവിതം നയിക്കുന്നതിന്റെ പേരിൽ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. വിമതർ സിറിയ പിടിച്ചടക്കിയതോടെ ഡിസംബർ 8-നാണ് അസദ് റഷ്യയിൽ അഭയം പ്രാപിച്ചത്. ഇതിന് പിന്നാലെ അസദിനെ രാഷ്ട്രീയാഭയം നൽകിയെന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് സ്ഥിരീകരിച്ചിരുന്നു. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ തീരുമാനപ്രകാരമായിരുന്നു ഇത്. കോവിഡ് വ്യാപനത്തിന് 5 വർഷം പിന്നിടുമ്പോൾ ചൈനയിലെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നാണ്
സാമൂഹിക മാധ്യമങ്ങളിലെ പോസ്റ്റുകളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ. നിരവധി മരണങ്ങളും സംഭവിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻഫ്ലുവൻസ എ, ഹ്യൂമൻ മെറ്റാപ്ന്യൂമോവൈറസ്, കോവിഡ്-19 എന്നിവ ഉൾപ്പെടെ ഒന്നിലേറെ വൈറസുകൾ ചൈനയിൽ പടരുന്നതായും ചൈനയിൽ നിന്നുള്ള ചില എക്സ് ഹാൻഡിലുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിങ്ങി നിറഞ്ഞ ആശുപത്രികളിൽ മാസ്ക് ധരിച്ച് ചികിത്സയ്ക്കായി എത്തിയ രോഗികളുടെ വീഡിയോകളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. രോഗബാധയെ തുടർന്ന് ചൈനയിലെ ചില പ്രദേശങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും വാർത്തകളുണ്ട്. എന്നാൽ ഈ വാർത്തകളൊന്നും ചൈനയോ ലോകാരോഗ്യ സംഘടനയോ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഉറവിടമറിയാത്ത ന്യൂമോണിയ കേസുകൾക്കായി നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയെന്ന് ചൈനയുടെ രോഗനിയന്ത്രണ അതോറിറ്റി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ചൈനയോ ലോകാരോഗ്യ സംഘടനയോ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി യാതൊരു വിവരവും പുറത്തുവിട്ടിട്ടില്ല. 14 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളിലാണ് HMPV കേസുകൾ പടരുന്നതെന്നാണ് വിവരം. ചൈനയുടെ വടക്കൻ പ്രവിശ്യയിലാണ് കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. ചുമ, ജലദോഷം, പനി, തുമ്മൽ എന്നിങ്ങനെയോ ആദ്യം ശരീരത്തിൽ കയറുന്ന വൈറസ് രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ പിന്നീട് ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ എന്നിവയിലേക്ക് കടക്കും. രോഗം വർദ്ധിക്കുന്നതിൽ ശൈത്യം ഒരു പ്രധാന ഘടകമാണ്. കോവിഡിന് ശേഷമുള്ള ശാരീരികാവസ്ഥയും പ്രധാനമാണ്. നിലവിൽ HMPVക്ക് പ്രത്യേക ആന്റിവൈറൽ തെറാപ്പിയോ മുൻകരുതൽ വാക്സിനോ ഇല്ല. കോവിഡിന് സമാനമായ രീതിയിൽ പടരുന്ന വൈറസാണ് HMPV. ശ്വാസനേന്ദ്രിയ സംവിധാനങ്ങളെ ബാധിക്കുന്ന അണുബാധയാണിത്. പ്രായമായവരും കുട്ടികളും പ്രതിരോധശക്തി കുറഞ്ഞവരുമാണ് അപകട സാധ്യത വിഭാഗത്തിലുള്ളത്. ന്യൂമോവിരയുടെ ഗണത്തിൽപ്പെട്ട HMPV ആദ്യമായി സ്ഥിരീകരിച്ചത് 2001-ലാണ്. നിലവിൽ ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസിന് പ്രത്യേക ചികിത്സയോ വാക്സിനോ ലഭ്യമല്ലെന്നും വിദഗ്ധർ പറയുന്നു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.